12ക്ക് പൂട്ടിച്ചു പോകുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. നാട്ടുകാർക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമാണ്. ഇപ്പോ ഇതിനിടയ്ക്ക് ഓട്ടോ തൊഴിലാളികൾക്ക് എതിരെ ജാമ്യമില്ലാ കേസ് കൂടി എടുത്തതാണ് പോലീസ്. ഇങ്ങനത്തെ ഒരു നാറിയ ഭരണം ഇപ്പൊ ഈ 6 മാസമാകുന്നത്രേ ഓരോ ഭരണം കയറിയിട്ട്, എന്നിട്ടും ഇങ്ങനെ ഒരു അവസ്ഥ നമ്മളെ നാട്ടുകാര് ഒരു വലിയ കഷ്ടമുണ്ട്. അപ്പോ എന്റെ കടമ സ്വാഗതമാണ്. അപ്പോ എന്റെ കടമയിലേക്ക് പോകുന്നു. ജില്ലാ സെക്രട്ടറിയും അതുപോലെ തന്നെ ഏരിയ സെക്രട്ടറിയായ CI സുബൈർ, അതുപോലെ തന്നെ നമ്മളെ ബ്ലോക്ക് പ്രസിഡന്റ് മജീദ്, അതുപോലെ തന്നെ ലോക്കൽ സെക്രട്ടറി ലോക്കൽ അംഗങ്ങളായ രമേശ് ചേട്ടനും, അതുപോലെ ബാക്കി ഓട്ടോ തൊഴിലാളികൾ, ബാക്കി നാട്ടുകാരെ. കുമ്പള CHC-യിൽ ആരോഗ്യരംഗം വളരെ മോശകരമായി പോകുന്ന ഈ സ്ഥിതിയിൽ അതിനെതിരെ പ്രതിഷേധിച്ചവരെ കള്ളക്കേസിൽ കൊടുക്കി ജയിലിൽ അടക്കാമെന്ന് ഇവിടുത്തെ ഉദ്യോഗസ്ഥർ കരുതിയിട്ടുണ്ട്. അതിനെതിരെയാണ് DYFI ഇത്തരത്തിലേക്കുള്ള ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇത് കേവലം ഒരു സൂചനാ സമരം എന്ന നിലയിലേക്ക് DYFI കണ്ടുപോവുകയാണ്. ഇനിയും ഇത്തരത്തിലേക്കുള്ള പ്രവണതകൾ ഉണ്ടെങ്കിൽ DYFI വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ വരും കാലത്ത് ഉയർത്തുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയുടെ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നത് DYFIയുടെ മുൻ കാസർഗോഡ് ജില്ലാ വൈസ് പ്രസിഡന്റും പുരോഗമന പ്രസ്ഥാനത്തിന്റെ കുമ്പള ഏരിയ സെക്രട്ടറിയുമായിട്ടുള്ള സഖാവ് CI സുബൈറാണ്. അദ്ദേഹത്തെ ഉദ്ഘാടനം ചെയ്യാൻ ഒരു മന്ത്രിയാണ്. പക്ഷെ ഇന്ന് കേരളത്തിനകത്ത് അധികാരത്തിൽ വന്നിട്ടുള്ള UDF-ന്റെ സർക്കാർ ഒരു ആരോഗ്യമന്ത്രിയുണ്ട്. ഇന്നലെ ആരോഗ്യമന്ത്രിയെ സംബന്ധിച്ചൊരു വാർത്ത വന്നല്ലോ. ഒരു സർക്കാർ ആശുപത്രിയിലേക്ക് കടന്നു കയറുമ്പോ അവിടെ രോഗികൾക്ക് ചികിത്സയില്ല, ഇന്ന് മന്ത്രി വരുന്ന ദിവസമാണ് എന്ന് പറഞ്ഞ് ആശുപത്രിയിൽ നിന്ന് രോഗികളെ തിരിച്ചയക്കുന്ന സാഹചര്യം. അവിടെ പൊതിച്ചോറ് കൊടുക്കാൻ വേണ്ടി പോയ DYFI-ക്കാർ പ്രതിഷേധമുയർത്തിയപ്പോഴാണ് അത് പുറത്തു വരുന്ന സാഹചര്യം ഉണ്ടായത്. ഇത് നമ്മുടെ ജില്ലയിലാകെയുള്ള പ്രശ്നം, നമ്മുടെ സംസ്ഥാനത്താകെയുള്ള പ്രശ്നമാണ്. രാഷ്ട്രീയ വകതിരിവ് ഇല്ലാത്ത ഒരു ഗവൺമെന്റ് അധികാരത്തിലിരിക്കുമ്പോ സ്വകാര്യ ആശുപത്രികളെ സഹായിക്കുന്നതിനാവശ്യമായിട്ടുള്ള സമീപനം സ്വീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു സമീപനം ഉണ്ടാകുന്നത്. അധികാരത്തിൽ വന്നിട്ട് മാസം 2 തികയും ആശ്രയിക്കുന്ന കുമ്പളയിലെ ഈ FHC തകർന്ന് തരിപ്പണമാക്കുന്നതിനാവശ്യമായിട്ടുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ ഒരു സമീപനം സ്വീകരിക്കുന്നത് ഈ സർക്കാരിന്റെ നയത്തിന്റെ ഭാഗമായിട്ടാണ്. ഇതിൽ ഇടപെടേണ്ട ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇതിനകത്ത് ഇടപെടേണ്ട സാഹചര്യത്തിനകത്ത് ഇടപെടുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് അധികാരത്തിലിരിക്കുമോ ഈ FHC-യുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും പരാതി ഉയർന്നിട്ടുണ്ടോ? ചിലപ്പോൾ ചില ലീഗുകാർ ചോദിക്കുന്നത്, കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ആശുപത്രി ഡോക്ടർ ഉണ്ടായിരുന്നോ? ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ ക്യാമ്പയിൻ നടത്തിയപ്പോ അതിനകത്ത് അടിയിൽ വന്നിട്ട് ചില ആളുകൾ ചോദിക്കുന്നു, കഴിഞ്ഞ 10 വർഷം നിങ്ങളല്ലേ ഭരിച്ചത്, അന്നേരം എന്തേ നിങ്ങൾ ഡോക്ടറെ നിയമിക്കാത്തത് എന്നാണ് ചോദിക്കുന്നത്. ഒരു കാര്യം വളരെ അസന്നിഗ്ധമായി പറയുകയാണ്. കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ഇവിടെ ഉണ്ടാകുമ്പോ ഇവിടെ 7 ഡോക്ടർമാരാണ് വേണ്ടത്. പക്ഷെ അന്ന് 8 ഡോക്ടർമാരുണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരു വസ്തുതാപരമായ യാഥാർത്ഥ്യം. ഞങ്ങൾ പറയുന്നത് വെറുതെ അല്ലല്ലോ. ഡോക്ടർ സഫ ഇവിടെ ഉണ്ടായിരുന്നു, ഡോക്ടർ ഐശ്വര്യ ഉണ്ടായിരുന്നു, ഡോക്ടർ അർജുൻ ഉണ്ടായിരുന്നു, ഡോക്ടർ അശ്വതി ഉണ്ടായിരുന്നു, ഡോക്ടർ കൃഷ്ണപ്രസാദ് ഉണ്ടായിരുന്നു, ഡോക്ടർ ഭാഗ്യശ്രീ ഉണ്ടായിരുന്നു, ഡോക്ടർ ജോമോൾ ഉണ്ടായിരുന്നു. അവരെല്ലാം ഈ ആശുപത്രിയിൽ ജോലി ചെയ്തവരാണ്. എന്ന് പറഞ്ഞാൽ അന്ന് ഇച്ഛാശക്തിയുള്ള ഒരു സർക്കാർ കേരളത്തിനകത്ത് അധികാരത്തിലുണ്ടായിരുന്നു. ആ സർക്കാർ അധികാരം ഒഴിഞ്ഞപ്പോ ഇപ്പോൾ ഇവിടെ 3 ഡോക്ടർമാർ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഡോക്ടർമാരെ ചീത്ത പറയുന്നില്ല. കാരണം എന്താ, ഒരു ഡോക്ടർക്ക് പരമാവധി കാണാൻ വേണ്ടി കഴിയുന്നത് 80 70 OP മാത്രമേ ഒരു ദിവസം കാണാൻ വേണ്ടി കഴിയൂ. ഇവിടെ ഒരു ദിവസം 170-ലധികം OP വരുന്നു. അതിലധികം OP വന്നാൽ ഒരു ഡോക്ടർ എങ്ങനെയാണ് എല്ലാ രോഗികളെയും പരിശോധിക്കുക? അതൊരു അസാമാന്യമായ അമാനുഷികമായ ശക്തി അദ്ദേഹത്തിനുണ്ടാവുന്നുണ്ട്. അല്ലെങ്കിൽ എല്ലാ രോഗികളെയും ഇങ്ങനെ ഒന്ന് നോക്കി വിടുക മാത്രമല്ല ചെയ്യുക, കൃത്യമായി രോഗികളെ പരിശോധിച്ച് അവർക്ക് ശുശ്രൂഷ നൽകണമെങ്കിൽ ആവശ്യമായ ഡോക്ടർമാർ വേണ്ടേ? അതിവിടെ ഇല്ല എന്നുള്ളതാണ്. അത് രാഷ്ട്രീയമായ പ്രശ്നമാണ്, അത് ഭരണപരമായ പ്രശ്നമാണ്. അത് പരിഹരിക്കാൻ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നവർ തയ്യാറാകണമെന്നുള്ളതാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. ഞങ്ങൾ പറയുന്നത്, ഒരു ഡോക്ടർക്ക് 170 OP വന്നാൽ എങ്ങനെയാണ് കൊടുക്കാൻ വേണ്ടി കഴിയുക? ഉദ്യോഗസ്ഥന്മാരെന്ന് പറയുന്നത്
അവിടെ വരുന്ന രോഗികളോട് അവരുടെ ജാതിയോ മതമോ വർണ്ണമോ രാഷ്ട്രീയമോ നോക്കാതെ ഇടപെടേണ്ടവരാണ്. അങ്ങനെ ഇടപെടുന്ന ആളുകളുണ്ട് കേട്ടോ. ആരോഗ്യ മേഖല മാതൃകാപരമായി കേരളത്തിന് കൊണ്ടുവരാൻ കഴിഞ്ഞത് ആരോഗ്യ മേഖലയിലും നല്ല ജീവനക്കാരുള്ളത് കൊണ്ടാണ്, നഴ്സുമാരുള്ളത് കൊണ്ടാണ്. അങ്ങനെയുള്ളവർ ഈ ആശുപത്രിയിലുണ്ട്. ബിൽഡിങ്ങിന്റെ പ്രപ്പോസലാണ് ഇതിനകത്ത് കൊടുത്തത്. ഇപ്പൊ നിങ്ങളത് കണ്ടാൽ മനസ്സിലാവും. റോഡിന് മീതെ അതുപോലെ തന്നെ ഈ ഇരുമ്പ് ഷീറ്റ് വെച്ചിരിക്കുകയാണ്. കാരണം അതിനകത്ത് ഇരിക്കാൻ കഴിയുന്നില്ല. അതിനകത്ത് വെള്ളം ചേരുന്നു. കെട്ടിടം പൊളിഞ്ഞു വീഴാറായിട്ടുണ്ട്. പക്ഷേ 5 കോടിയുടെ കെട്ടിടത്തിന്റെ പണി ആരംഭിക്കുന്നതിനാവശ്യമായിട്ടുള്ള കൃത്യമായ ഇടപെടലുകൾ നടത്തേണ്ടത് ബ്ലോക്ക് പഞ്ചായത്താണ്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗമില്ലേ ഇവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ലീഗല്ലേ? അവർ ചെയ്യേണ്ടത് അവരെന്താ ചെയ്തത്? ഇവിടുത്തെ സാധാരണക്കാരനായ മനുഷ്യൻ ഇവിടെ പോയി ചോദിച്ചു, വീഡിയോ എടുത്തത്രേ. വീഡിയോ എടുക്കുമ്പോ നിങ്ങൾക്ക് വല്ലാതെ പൊള്ളുന്നുണ്ടല്ലേ? വീഡിയോ എടുക്കാൻ പാടില്ലത്രേ. എന്നിട്ട് ഈ ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായിട്ടുള്ള ലീഗ് നേതാവിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഇവിടെ പോയത് സാമൂഹ്യ വിരുദ്ധരാണ് എന്ന്. നിങ്ങൾക്ക് സാമാന്യ ബുദ്ധിയുണ്ടോ? നിങ്ങൾക്ക് സാമാന്യ ബുദ്ധിയുണ്ടെങ്കിൽ ആ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ചെയ്യണമെന്താ? ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് ഇവിടുത്തെ ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിച്ച് അതിനകത്ത് ഇടപെടുകയല്ലേ വേണ്ടത്? അതിന് പകരം ഇയാണ് ഇവിടെ പോയി ഓട്ടോറിക്ഷ തൊഴിലാളികളെ, നാട്ടുകാരെ അവരെ സാമൂഹ്യ വിരുദ്ധരായി ചിത്രീകരിക്കുന്നു. ഞാൻ ഒരു കാര്യം പറയുന്നുള്ളൂ. നമ്മളതിലെ ഓട്ടോ തൊഴിലാളികളിൽ STUക്കാരുണ്ട്, BMSകാരുണ്ട്, CITക്കാരുണ്ട്, അതുപോലെ തന്നെ മറ്റു വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട്. അവർക്കെല്ലാം യൂണിയൻ ഉണ്ട്. പക്ഷെ ഇവിടെ ഇടപെട്ടപ്പോ ഞങ്ങൾ യൂണിയനായിട്ടല്ല ഇടപെട്ടത്. ഓട്ടോറിക്ഷക്കാരുണ്ടല്ലോ ഇവിടെ, അവർ യൂണിയനായിട്ടല്ല ഇടപെട്ടത്. അവിടെ വന്നതിൽ CITക്കാരുണ്ട്, അവിടെ വന്നതിൽ STക്കാരുണ്ട്. അവരെല്ലാം കേസിൽ പ്രതിയാക്കി. കേസിൽ പ്രതിയാക്കിയിട്ട് രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് ഇവിടെ സമരം നടന്നത്, ആ ഇടപെടൽ നടന്നത് അല്ല. അങ്ങനെ വന്ന ആളുകളെ കേസിൽ പ്രതിയാക്കി അവർക്കങ്ങ് ജാമ്യമില്ല, കേസങ്ങ് ചാർത്തി കൊടുത്താൽ ഈ സമരം അങ്ങ് നിൽക്കും എന്ന് ഏതെങ്കിലും അരുണനോ ഏതെങ്കിലും ആളുകളോ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറോ അല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്തോ ധരിക്കുന്നുണ്ട് എങ്കിൽ ആ ധാരണ നിങ്ങൾ മടക്കിയിട്ടായി നിങ്ങളുടെ പോക്കറ്റിൽ വെച്ചോ. ഞങ്ങള് സമരം നടത്താൻ തീരുമാനിച്ചാൽ ഇതിനകത്തും കയറി വരും, ഇതിന് പുറത്തും നിൽക്കും. എവിടെ വേണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. ഒരു കാര്യം നിങ്ങൾ ആലോചിക്കുന്നതാണ്, ഇവിടെയുള്ള ആളുകൾ ഞങ്ങൾ കൃത്യമായ ഡോക്ടർമാർ കൊടുത്തപ്പോൾ മരുന്നില്ലല്ലോ. ഈ ആശുപത്രി എന്ന് പറയുന്നത് കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള ആശുപത്രിയാണ്. കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് എല്ലാ കാലവും ഭരിക്കുന്നത് UDF ആണ്. ആ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നത് ലീഗാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ബ്ലോക്ക് ഫാമിലി ഹെൽത്ത് സെന്റർ എന്ന് തന്നെയാണ് ഇതിന്റെ പേര്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ അങ്ങനെ ബ്ലോക്ക് പഞ്ചായത്തിലെ ഉത്തരവാദിത്തപ്പെട്ടവർ ഇതിനകത്ത് ഇടപെടേണ്ടേ. ഇവിടെ പറയുന്നുണ്ട് OP, അതുപോലെ തന്നെ ഡ്രസ്സിംഗ് റൂം, ഇഞ്ചക്ഷൻ റൂം, അതുപോലെ തന്നെ മറ്റ് അവരെ ഒബ്സർവേഷൻ റൂം, അതുപോലെ തന്നെ NCD റൂം, ഇങ്ങനെ എല്ലാ റൂമും ഒറ്റ മുറിയിലാണ് പ്രവർത്തിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒറ്റ മുറിയെ ഇതിനകത്തുള്ളൂ. ഈ കെട്ടിടം പഴക്കമുള്ള കെട്ടിടമാണ്, വർഷങ്ങളുടെ പഴക്കമുള്ള കെട്ടിടമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഒരു 13 കോടി രൂപയുടെ പ്രപ്പോസൽ ഇവിടെ വന്നു. അങ്ങനെ വന്നപ്പോ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ വല്ലാത്ത ശുഷ്കാന്തിയുള്ളവരാണ്. ഞാൻ എല്ലാവരെയും പറയുന്നില്ല. ഇവിടെ ഒരു HI ഉണ്ട്, അരുണൻ. എനിക്കറിയാം അരുണൻ ഇവിടെ ഉണ്ടെങ്കിൽ ഇത് കേട്ടോ. നിങ്ങൾ അസോസിയേഷന്റെ ആളാണ് എന്ന് എനിക്കറിയാം. പക്ഷെ നിങ്ങൾ ഇവിടെ വരുന്നത് എപ്പോഴാണ്, നിങ്ങൾ ഇവിടെ നിന്ന് പോകുന്നത് എപ്പോഴാണ് എന്ന് HI അരുണെ ഞങ്ങൾക്കറിയാം. ഞങ്ങൾ കൈകാര്യം ചെയ്യാൻ നിന്നാൽ നിന്റെ ഈ കളിയൊന്നും ഇവിടെ നിൽക്കില്ല. അവരാണ് ഈ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കെതിരായി കേസ് കൊടുക്കാൻ ആവശ്യമായ ഇടപെടൽ നടത്തിയത്. മറ്റൊരാളുണ്ടല്ലോ, ഒരു ഹെഡ്നസ്. ആ ഹെഡ്നസിനെ കുറിച്ച് പറയുന്നത് എന്താണെന്നറിയോ? അദ്ദേഹത്തിന് ചില വർഗീയമായ ചേരുതിരിവുണ്ട് എന്നുള്ളതാണ്. ഞാൻ മനസ്സിലാക്കിയിട്ടാണ് പറയുന്നത്. അയാൾക്ക് ചില വിഭാഗത്തിൽപ്പെട്ട ആളുകളെ കണ്ടാൽ ആവുന്നില്ല എന്നാണ് പറയുന്നത്. ഹെഡ്നസിനെതിരെ നിങ്ങൾ പറ്റുമെങ്കിൽ എനിക്കെതിരെ കേസ് കൊടുക്കോ. ഞാൻ ആധികാരികമായി പറയുമ്പോ ഇവിടുത്തെ അരുണനും ആ ഹെഡ്നസും അവരുടെ കളിയാണ് ഇതിനകത്ത് നടക്കുന്നത്. ഈ അരുണൻ ഇവിടുത്തെ അസോസിയേഷന്റെ വലിയ ആളാണ്, മുരളീധരനാണ് മന്ത്രി എന്നുള്ളത് കൊണ്ട് അവന് തോന്നിയപ്പോ വരാം, അവന് തോന്നിയപ്പോ പോകാം. എന്തായാലും വിവരിക്കപ്പെട്ടതാണ്. അങ്ങനെ ഇവിടെ വന്ന് ഇടപെട്ട നാട്ടുകാർക്കെതിരെ കേസ് കൊടുത്തു. കേസ് കൊടുത്തപ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 13 കോടി രൂപയുടെ പ്രപ്പോസൽ വന്നു. വല്ലാത്ത ശുഷ്കാന്തിയാണല്ലോ ഇവിടുത്തെ ഈ അരുണനും അതുപോലെ തന്നെ ഇവിടുത്തെ ടീമിനും. ഞാൻ പറയുന്നത് അന്ന് മെയിൽ നോക്കാൻ മറന്നതുകൊണ്ട് ആ 13 കോടി രൂപയുടെ പ്രപ്പോസൽ പോയി. ആരോഗ്യ മേഖലയാകെ തകർക്കുന്ന സമീപനം സ്വീകരിക്കുന്ന ഈ നിലപാടിനെതിരായിട്ടുള്ള അതിശക്തമായ പോരാട്ടമാണ് നമ്മൾ ഉയർത്തിക്കൊണ്ടുവരുന്നത്. ഇത് ഒരു സൂചനാ സമരമായി ഞങ്ങൾ നടത്തുകയാണ്. ഈ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ സഖാക്കളെയും അഭിവാദ്യം ചെയ്ത് ഞാൻ അവസാനിപ്പിക്കുകയാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷത്തിന്റെ
ഭാഗമായി കഴിഞ്ഞ 10 വർഷക്കാലം ഏറ്റവും മികച്ച രീതിയിൽ ഭരണം നടത്തിയ ആരോഗ്യ രംഗം എന്ന് മാത്രമല്ല വിദ്യാഭ്യാസ രംഗത്തും ഏറ്റവും മികച്ച ഒരു ഭരണം കഴിഞ്ഞ 10 വർഷക്കാലം പിണറായി ഗവൺമെന്റിന്റെ കാലത്ത് നടന്നിരുന്നതാണ്. അതിന്റെ ഭാഗമായിട്ട് എല്ലാ മേഖലയും, ആരോഗ്യ മേഖലയായാലും വിദ്യാഭ്യാസ മേഖലയായാലും മറ്റു എല്ലാ മേഖലയും ഏറ്റവും മികച്ച രീതിയിലേക്ക് മെച്ചപ്പെടുന്ന സ്ഥിതിവിശേഷമാണ് നമ്മൾ കണ്ടത്. നമുക്കറിയാം, കുമ്പള ഗവൺമെൻറ് ആശുപത്രിയിൽ വരുന്ന രോഗികൾക്ക് യഥാസമയം ചികിത്സ കിട്ടാതെ ബുദ്ധിമുട്ടുന്ന അവസ്ഥയുണ്ടായിരുന്നു. അതിനെ ചൂണ്ടിക്കാണിച്ച ഓട്ടോ തൊഴിലാളികൾ അവർക്കെതിരെ കേസെടുക്കുകയാണ് ഉണ്ടായത്. അതിന് പകരം അവിടെ ഡോക്ടർമാരെയും വേണ്ട സജ്ജീകരണങ്ങൾ ഒരുക്കുന്നതിന് പകരം ഇത് ചൂണ്ടിക്കാണിച്ചവരെ അവർ കേസടച്ച് വായി മൂടിക്കിട്ടുന്ന അവസ്ഥയാണ് നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെയാണ് ഇന്ന് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം ഇവിടെ സംഘടിപ്പിച്ചത്. അതുപോലെ വരും കാലങ്ങളിൽ വിവിധ വർഗ ബഹുജന സംഘടനയുടെ നേതൃത്വത്തിൽ വരും ദിവസങ്ങളിൽ ഇതുപോലെ സമരപരിപാടികളുമായിട്ട് മുന്നോട്ട് പോകും എന്ന് ലോക്കൽ കമ്മിറ്റി നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ സഹാക്കളെയും അഭിവാദ്യം ചെയ്യുന്നു. അകത്ത് ഇങ്ങനെ ഒരു പ്രതിഷേധം ഉണ്ടാകുമ്പോൾ ഒരു വീഡിയോ എടുത്ത് ഇതിന്റെ ഭാഗമായിട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചപ്പോൾ ഈ സമയത്ത് അവർക്കെതിരെ കേസെടുക്കുന്ന രീതിയിലേക്കാണ് തെറ്റായ സമീപനമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഈ ആരോഗ്യ പ്രവർത്തനം ഉണ്ടായിട്ടുള്ളത്. കാരണം നമ്മൾ ആവശ്യപ്പെട്ടത് ഈ ഇവിടെ വരുന്ന രോഗികൾക്ക്, പാവപ്പെട്ട രോഗികൾക്ക് കൃത്യമായ രീതിയിൽ ചികിത്സ കിട്ടണം. അവർക്ക് അവരുടേതായിട്ടുള്ള കൃത്യമായ രീതിയിലുള്ള ചികിത്സയും മരുന്നും സംവിധാനം ഉറപ്പാക്കേണ്ടത് ഈ ഗവൺമെന്റിന്റെയും ഈ പഞ്ചായത്തിന്റെയും ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ഭാഗമായിട്ടുള്ള ഈ ഹോസ്പിറ്റലിന്റെ ഉത്തരവാദിത്തമാണ്, ആ ഭരണസമിതിയുടെ ഉത്തരവാദിത്തമാണ്. അത് അവർ നിർവഹിക്കാൻ വേണ്ടി പറ്റാത്തപ്പോൾ അതിനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിനെ രാഷ്ട്രീയമായി വൽക്കരിച്ചുകൊണ്ട് കേസെടുക്കുന്ന സമീപനം വളരെ തെറ്റായ രീതിയിലേക്കാണ് കൊണ്ടുവന്നത്. അതിനെതിരാണ് ഡിവൈഎഫ്ഐ ഇന്നൊരു പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് പോയിട്ടുള്ളത്. നിങ്ങൾ നോക്ക്, ഇത്തരത്തിലുള്ള കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ കൃത്യമായ രീതിയിൽ രാവിലെ 9 മണിക്ക് തുടങ്ങി ഉച്ചയ്ക്ക് 2 മണി വരെ OP കൊടുക്കണമെന്നത് ഇതിൻ്റെ ഭരണഘടനമായിട്ടുള്ള കൃത്യമായ രീതിയിൽ അവരുടെ ചുമതലയാണ്. ആ ചുമതല നിർവഹിക്കുന്നതിനകത്ത് 12 മണിയാകുമ്പോൾ തന്നെ OPയിൽ ആളില്ലാത്ത രീതിയിലേക്ക് പോകുന്നു. ഡോക്ടർ അതിന് മുമ്പ് തന്നെ പോകുന്നു. ഡോക്ടറോട് ഒഴിവുണ്ടെങ്കിൽ അത് നികത്തേണ്ടത് ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ഭരണസമിതി ഉത്തരവാദിത്തമാണ്. അതിനെതിരെ പ്രതിഷേധിക്കുമ്പോൾ ഇത്തരത്തിൽ തെറ്റായ രീതിയിലേക്ക് അവരെ കേസെടുത്തുകൊണ്ട് ഒഴിവാക്കി പോകാം, ഇങ്ങനെയുള്ള പ്രതിഷേധങ്ങൾ അടിച്ചമർത്താമെന്ന രീതിയിലേക്ക് ഒരു ധാരണയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡിവൈഎഫ്ഐ പറയുന്നു ഇനിയുള്ള നാളുകളിലും ഈ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഇവിടെ ജനങ്ങൾ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ആനുകൂല്യങ്ങൾ കിട്ടുമെന്ന രീതിയിലേക്ക് കുറെ ഗ്യാരണ്ടികളുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷത്തെ എങ്ങനെയെങ്കിലും താഴെയിറക്കണം എന്ന രീതിയിലേക്ക് UDF പല രീതിയിലേക്കുള്ള തെറ്റായ പ്രചാരണങ്ങളുമായി ബന്ധപ്പെട്ട് അധികാരത്തിൽ വന്നു. നമ്മൾ നോക്ക്, ഈ ഘട്ടത്തിൽ ആകെ ഒരു 2-3 മാസമേ UDFന്റെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നിട്ടുള്ളൂ. പല സന്ദർഭങ്ങളിൽ ഡിവൈഎഫ്ഐ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഡിവൈഎഫ്ഐയുടെ ജില്ലാ കമ്മിറ്റിയുടെ ഭാഗമായി കാസർഗോഡ് ജനറൽ ഹോസ്പിറ്റലിലേക്ക് ഇങ്ങനെ ഒരു പ്രതിഷേധം നടത്തുന്ന സാഹചര്യം ഉണ്ടായത്. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു കുട്ടി മരണപ്പെടുന്ന ഒരു അവസ്ഥ ജനറൽ ഹോസ്പിറ്റലിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ ഉൾപ്പെടെ നമ്മുടെ അഭിമുഖീകരിക്കുമ്പോൾ ഈ ഹോസ്പിറ്റലിൽ മാത്രമല്ല പല പഞ്ചായത്തുകളുടെ അണ്ടറിലുള്ള അല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ ഭാഗമായിട്ടുള്ള കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലെല്ലാം ഇതുമായി ബന്ധപ്പെട്ട മരുന്നുകളില്ലാതെ, ഡോക്ടറുകളില്ലാത്ത ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. നമ്മുടെ നിലവിലെ സാഹചര്യം അറിയാം. നിലവിൽ സാഹചര്യം എന്ന് വെച്ചാൽ ഈ ഒരു സാഹചര്യത്തിൽ കൂടുതൽ രോഗികൾ ഹോസ്പിറ്റലിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അതിനകത്ത് ഗവൺമെന്റ് കൂടുതൽ ശ്രദ്ധ പാലിക്കേണ്ടതും ഇടപെടേണ്ട ഒരു സാഹചര്യത്തിൽ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇനിയും ഇതൊരു കേവലം ഒരു സൂചനാ സമരം എന്ന നിലയിലേക്കാണ് ഡിവൈഎഫ്ഐ തീരുമാനിച്ചിട്ടുള്ളത്. ഇനിയും ഇത്തരത്തിലേക്കുള്ള സമര പോരാട്ടങ്ങൾ നടക്കുമ്പോൾ എല്ലാവരുടെ പിന്തുണ ഉണ്ടാവണം എന്നുകൂടി സഖാക്കളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടി ഇവിടെ അവസാനിച്ചതായി അറിയിക്കാം. ചെങ്കൊടി ജീവിതം തന്നു പോയവർ അന്ന് ചോരയിൽ തീർത്ത എന്റെ ചെങ്കൊടി ഓർമ്മയിൽ എത്രയോ ഓർമുഖം ഞങ്ങളിൽ ജ്വാലകൾ തീർത്തിടുന്നു നെഞ്ചിലെ താളവും ഈ കുലാബിനോളവും ഒത്തുചേർന്നു പോലെ ചങ്കുറപ്പിനുള്ളിലായി ചേർത്തുവെച്ച ചെങ്കൊടി ചന്ദ്രമോളെ പാറിടുന്നു നല്ല നാടിനാ. ലാ സലാം ലാ സലാം ലാ സലാം ലാ സലാം.
ചെങ്കൊടി ജീവിതം തന്നു പോയവർ അന്ന് ചോരയിൽ തീർത്ത എന്റെ ചെങ്കൊടി ഓർമ്മയിൽ എത്രയോ ഓർമുഖം ഞങ്ങളിൽ ജ്വാലകൾ തീർത്തിടുന്നു ലാൽസലാം നെഞ്ചിലെ താളവും ഈ ഗുലാബിനോളവും ഒത്തുചേർന്നു ഒന്നുപോലെ ലാൽസലാം അന്ന് ചങ്കുറപ്പിനുള്ളിലായി ചേർത്തുവെച്ച ചെങ്കൊടി ചന്ദ്രമോളെ പാറിടുന്നു നല്ല നാടിനാ ലാൽസലാം 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 ഇവളണിയും പൊന്നല്ലേ കനവുണരും ദിനമല്ലേ മുഞ്ചത്തി പെണ്ണിൻ നിൻ മനം പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ മാറ്റേറും പൊന്നിൻ താരമേ സിറ്റി ഗോൾഡിൻ സ്വർണ്ണനിലാവല്ലേ City Gold and Diamonds, Kerala and Karnataka, the glow of purity. വീടായാലും ഇൻഡസ്ട്രിയിലായാലും ബിസിനസ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ മതപരമായ സ്ഥാപനങ്ങളോ ആണെങ്കിലും വയറിംഗ് വർക്കുകൾ HT LT കണക്ഷൻ എന്നിവയ്ക്ക് ഗവൺമെന്റ് ലൈസൻസ്ഡ് ഇലക്ട്രിക്കൽ കോൺട്രാക്ടറായ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്സിനെ തന്നെ ഏൽപ്പിക്കണം. പണി കമ്മിറ്റ് ചെയ്ത സമയത്ത് തന്നെ തീർത്തു തരും. കൂടാതെ നിങ്ങളുടെ സ്ഥാപനത്തിൽ അനുമതിയില്ലാതെ ജനറേറ്റർ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്സിനെ ഏൽപ്പിച്ചോളൂ. എല്ലാവിധ പേപ്പർ വർക്കുകൾ സഹിതം ഉത്തരവാദിത്തത്തോടെ തന്നെ വർക്ക് പൂർത്തിയാക്കാം. കോൺടാക്ട് ചെയ്യൂ 9496 200 200 9497 500 600.